കൂട്ടുകാരെ ഹൈ പ്രൈസിലോ. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. യോശുവ കൂടെ നൽകിയ ജയമെല്ലാം പുത്തൻ തലമുറ കാനാനിൽ അനുഭവിച്ചു. യോശുവ കൂടെ നൽകിയ ജയങ്ങളെല്ലാം പുത്തൻ തലമുറ കാനാനിൽ അനുഭവിച്ചു. 31 രാജാക്കന്മാരെ തോൽപ്പിച്ചു. പാലും തേനും ഒഴുകും നാട് സ്വന്തമായി. 31 രാജാക്കന്മാരെ തോൽപ്പിച്ചു. പാലും തേനും ഒഴുകും നാട് സ്വന്തമായി. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. അബ്രഹാമിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾ ഇസഹാക്കും യാക്കോബും അനുഭവിച്ചു. അബ്രഹാമിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾ ഇസഹാക്കും യാക്കോബും അനുഭവിച്ചു. തലമുറ തലമുറയായി എന്നും കർത്താവിലൂടെ നാം അനുഭവിച്ചിടുന്നു. തലമുറ തലമുറയായി എന്നും കർത്താവിലൂടെ നാം അനുഭവിച്ചിടുന്നു. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. പ്രിയ കൂട്ടുകാരെ, യോശുവ 22-ാം അധ്യായത്തിൽ നാം കാണുന്നത് അവിടെ 2.5 ഗോത്രക്കാർക്ക് ഒരു യാഗപീഠം പണിതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് അതിന് യഹോവ തന്നെ ദൈവം, ഇത് നമ്മുടെ മധ്യ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന പേരിട്ടൊന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ യോശുവ വൃദ്ധനായല്ലേ, ദൈവം വലിയ വലിയ കാര്യങ്ങൾ യോശുവയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നാൽ 23-ാം അധ്യായത്തിൽ നാം കാണുന്നത് യോശുവയുടെ അന്ത്യ സന്ദേശമാണ്. ആവർത്തന പുസ്തകം 31 മുതൽ 33 വരെയുള്ള അധ്യായങ്ങൾ മോശ നൽകുന്ന അന്ത്യ സന്ദേശത്തോടെ യോശുവയുടെ അന്ത്യ സന്ദേശം ഒത്തു നോക്കേണ്ടതാണ്. മോശയെപ്പോലെ തന്നെ യോശുവയും ദൈവം ഇസ്രായേൽ ജനത്തിന്മേൽ വർഷിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുന്നു. അവർ ദൈവത്തെ തുടർന്നും അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഇനിയും കീഴടക്കുവാനുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പുറജാതികളുടെ ദേവന്മാരെ സേവിക്കുകയോ അവരുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് അപകടകരമായിരിക്കുമെന്ന് യോശുവ അവർക്ക് മുന്നറിയിപ്പ് നൽകി. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ന്യായവിധി സുനിശ്ചിതമായിരിക്കുമെന്ന് ഇസ്രായേൽ ജനത്തെ യോശുവ ഓർപ്പിച്ചു. 23, 24 എന്നീ അധ്യായങ്ങൾ യോശുവയുടെ ഓരോ സന്ദേശം കാണാനായിട്ട് സാധിക്കുന്നു. യോശുവ തൻ്റെ മരണത്തോട് സമീപിച്ചിരുന്നതിനാൽ ഈ സന്ദേശങ്ങൾ വളരെ പ്രാധാന്യമുണ്ട്. 24-ാം അധ്യായം 15 മുതൽ 25 വരെയുള്ള തൻ്റെ മരണത്തിനു മുമ്പുള്ള യോശുവയുടെ 2ാമത്തേതും അവസാനത്തേതുമായ സന്ദേശമാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ സന്ദേശം നൽകിയത് സേഖേമിൽ വെച്ചാണ്. യൂഫ്രട്ടീസ് നദിക്കക്കരെ നിന്നും അബ്രഹാമിനെ വിളിച്ചതു മുതൽ കനാനിൽ അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചതുവരെയുള്ള ചരിത്ര സംഗ്രഹം യോശുവ ഇസ്രായേൽ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഒടുവിലായി നിങ്ങൾ ആരെ സേവിക്കും എന്നുള്ള ഒരു വെല്ലുവിളി യോശുവ അവരുടെ മുമ്പാകെ വയ്ക്കുന്നു. എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പ്രഖ്യാപിച്ചു. അത് കേട്ട ജനം യോശുവയുടെ പ്രഖ്യാപനം ഉൾക്കൊണ്ട്
ഞങ്ങളും യഹോവയെ സേവിക്കും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നു. മോശയുടെ മരണത്തോടെ ഈ അധ്യായം ആരംഭിക്കുകയും യോശുവയുടെയും യോസഫിൻ്റെയും എലിയാസാറിൻ്റെയും ശവസംസ്കാരത്തോടെ ഈ പുസ്തകം അവസാനിക്കുകയും ചെയ്യുന്നു. 24-23 മുതൽ നമുക്ക് കാണാനായിട്ട് പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകങ്ങൾ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴെ നാട്ടിയും വെച്ചു. യോശുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിൻ്റെ ശേഷം യഹോവയുടെ ദാസനായ നൂൻ്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. യോശുവയെ എഫ്രൈം പർവ്വതത്തിലുള്ള തിബ്നാത്ത് സെരഗിൽ ഗായസ് മലയുടെ വടക്കുവശത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോന്ന യോസഫിന്റെ അസ്ഥികളെ അവർ യാക്കോബ് ശേഖമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോന്റെ മകൻ എലെയാസാരും മരിച്ചു. എലെയാസാറിന് അവന്റെ മകനായ ഫിനെഹാസിന് എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു എന്ന് കാണുന്നു. നല്ലൊരു കർത്താവിൻ്റെ ദാസനായ യോശുവയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. അതെ, ഇസ്രായേൽ മക്കൾക്ക് നല്ലൊരു പട്ടാളക്കാരനെ, സ്വർഗീയ മിലിറ്ററിയെ കർത്താവ് ദാനം ചെയ്തു. നമുക്കത് ഇന്നും മാതൃകയാണ്. ആ പവർ നമുക്ക് ഉണ്ടാകട്ടെ. കർത്താവ് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വളരെ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. നമുക്ക് ഈ യോശുവയുടെ നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ നമുക്കൊരു ക്വിസായിട്ട് അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവ പറഞ്ഞ അതേ ആ കാര്യം തന്നെ നമുക്ക് വാക്യമായിട്ട് എടുക്കാം. യോശുവ 24:15 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ 24:15 ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ദൈവത്തിൻ്റെ നിത്യവാഗ്ദത്തങ്ങൾ എല്ലാം നിവർത്തിച്ചു. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. ഒരു നന്മയും മുടക്കാതെ സകലവും തൻ ജനത്തിനേകി. God bless you.